സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേട്ടൻ്റെ ആഗ്രഹം എന്താണ് ബാലേട്ട എന്നൊക്കെ നമ്മുടെ ഗോമതി ചോദിക്കുമ്പോൾ പറയുന്നത്, നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ പോകണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഗോമതി പെട്ടെന്ന് കരയുന്നൊക്കെ ഉണ്ട്. ഇങ്ങനൊന്നും പറയല്ലേ ബാലേട്ട, പോകണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പോകുള്ളൂ എന്നൊക്കെ പറയുന്നു. അതല്ല ഗോമതി, അത് സത്യമാണ്. ആണുങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പെണ്ണുങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ആണുങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്. നേരെ മറിച്ച് നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളുടെ മക്കളും മരുമക്കളും ഒക്കെ നിങ്ങളെ നോക്കും. ഞങ്ങളോട് അത്രയ്ക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാ ആണുങ്ങൾക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതിക്ക് വിഷമാവുന്നുണ്ട്. പറഞ്ഞു ഇല്ല, ഞാൻ അങ്ങനെ നിനക്ക് വിഷമാവുന്ന രീതിയിൽ ഞാനൊന്നും സംസാരിക്കില്ല ശരി എന്നൊക്കെ പറഞ്ഞ് അതിന് സോറിയൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ മീനാക്ഷി അങ്ങോട്ട് കയറി വരും. മീനാക്ഷി എന്നിട്ട് ചോദിക്കാമേ രാവിലത്തേക്ക് എന്നിട്ട് വേണ്ട, പൂരി വേണോ ദോശ വേണോ എന്ന് ചോദിക്കും. അതൊന്നും അങ്ങനെ കുഴപ്പമില്ല, മോൾക്ക് ഇഷ്ടമുള്ളത് എളുപ്പം ഏതെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കൊള്ളാൻ പറയും. എന്നാൽ പൂരി ഉണ്ടാക്കാന്ന് പറയും. പൂരി അച്ഛന് അത്രയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതെയാണ്, അച്ഛന് ഇഷ്ടമല്ലേ, എന്നാൽ ദോശ ഉണ്ടാക്കച്ചാന്ന് പറയും. എന്നിട്ട് മീനാക്ഷി പുറത്തേക്ക് പോകും. പിന്നെ പെട്ടെന്ന് അകത്തേക്ക് വേണ്ടതേ അച്ഛൻ അടുക്കളയിൽ എന്നെ ഒന്ന് സഹായിക്കണം കേട്ടാന്ന് പറയും. അത് കഴിയുമ്പോൾ ബാലൻ എന്തോ ഭൂകമ്പം നടന്ന പോലെ ഞെട്ടിയിട്ട് ഗോമതിന് നോക്കും. ഗോമതി എന്ന് വിളിക്കും. പറഞ്ഞു അല്ല അച്ഛാ, എനിക്ക് ഒരുപാട് ജോലി തിരക്കില്ലേ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവില്ല, ഇത്രയധികം അംഗങ്ങളില്ലേ, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണ്ടേ, ഒരു സഹായം ആര്യനും അനുണെങ്കിൽ കോളേജിൽ പോവില്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ പെട്ടെന്ന് ഗോമതി ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി വരും. മോളെ അമ്മ സഹായിക്കാൻ നടപ്പ. ഗോമതി നീ ഇവിടെ ഇരിക്കും, വേണ്ട ഞാൻ സഹായിച്ചോളാം എന്ന് പറഞ്ഞ് നിന്നെ നോക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ലീവ് എടുത്തിരിക്കുന്നത് എന്നും പറഞ്ഞ അടുക്കളേക്ക് ചെല്ലും. പറയും ഞാൻ എന്ത് ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഒരു ജോലി ചെയ്യേണ്ട അച്ഛാ, ഞാൻ വെറുതെ പറഞ്ഞത്. എനിക്കങ്ങനെ ആരുടെ അവതാരിയൊന്നും വേണ്ട, അടുക്കളയ്ക്ക് വിളിച്ചു വരുത്തിയത് എനിക്ക് ജോലി. ആദ്യം അടുക്കള എവിടെയെന്ന് ചോദിക്കുക, അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് വെച്ചാൽ വായോ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി കൊണ്ടുപോണത്. എന്തായാലും അടുക്കളയെ കുറിച്ച് വന്നതിന് ശേഷം പറയും ഇതെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ കളിയാക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല അച്ഛൻ ഇത് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞേ. ഗോമതിക്ക് ഈ പണിയൊന്നും ഒരു പണിയല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഗോമതിക്ക് പണിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ആ അമ്മ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കഷ്ടപ്പെടില്ലേ, അത് അവൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാകും, തിളച്ചിട്ട പോലെ ആകുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു മോചനം ഇല്ല എന്നൊക്കെ പറയും. എനിക്ക് നീ പണി പറഞ്ഞ വാചകം അടിക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി അച്ഛനാ ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് അടുപ്പ് കത്തിക്കാൻ പറയും. ഗ്യാസ് ഓൺ ആക്കണ എങ്ങനെയാണെന്ന് ചോദിക്കും. അത് ശരി, അതും അച്ഛൻ അറിയില്ലേ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ പോരാ, ഞാനാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ എന്ന് പറയും. എനിക്കൊക്കെ അറിയാം എന്ന് പറയും. ഞാൻ മറന്നത് എന്ന് പറയും. ഒരു നിലയ്ക്ക് മീനാക്ഷിയുടെ മുന്നിൽ തോൽക്കാൻ കൂട്ടാക്കാണ്ട് ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം നമ്മുടെ ബാലെ. അങ്ങനെ മീനാക്ഷി കാണിച്ചു കൊടുക്കും. അങ്ങനെ ഗ്യാസ് ഓപ്പൺ ചെയ്യാട്ടീന്ന് മുകളിലേക്ക് എന്നൊക്കെ പറയും. ഇനി ഗ്യാസ് കത്തിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കും, അതും കാണിച്ചു കൊടുക്കും. അപ്പോൾ ഗ്യാസ് കത്തിക്കുമ്പോൾ അച്ഛാ സൂക്ഷിക്കണം കേട്ടോ, ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലൻ ഇങ്ങനെ ചാടി എനിക്കുന്നുണ്ട്. ഇത് എന്ത് ചാട്ടണം അച്ഛാ, ഇപ്പം തന്നെ തലയിടിച്ചേനേലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പറയും ഞാൻ അച്ഛനോട് ഞാൻ ശരിക്കും പറഞ്ഞതാ, എനിക്ക് അച്ഛൻ്റെ സഹായമൊന്നും വേണ്ട, അച്ഛനോട് ഇങ്ങനെ അടുക്കള ഇവിടെ ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ അച്ഛനെ ഇങ്ങനെ വിളിച്ചു വരുത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് ഇവന്റ് മാനേജ്മെന്റ് അയച്ചു കൊടുത്തിട്ടുള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണ്. അലോക് ഇത് ആതിരയ്ക്ക് ഇഷ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ വായല ആതിര എന്നെ നാമായിട്ട് നടക്കണം. ഇവന്റെ ആതിരയുടെ കാര്യം മാത്രം ഇവന് പറയാനുള്ളല്ലോ എന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ മിത്രനെ വിളിക്കും. മിത്രൻ അങ്ങനെ എല്ലാവരും കൂടെ വിളിച്ചു വരുത്തി മിത്രനോട് ചോദിക്കും, മിത്ര ഇതിലെ നിനക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയും. അതൊന്നും പറഞ്ഞാൽ പറ്റും, നീ എന്തെങ്കിലും ഒരു ഉറക്കം തൂങ്ങിയാലോ പോലെ ആവണേന്ന് ചെറിയമ്മ ചോദിക്കുന്നുണ്ട്. എനിക്ക് കാണാൻ വേണ്ട, നീ മിത്രര ചെക്കൻ്റെ പേര് പറയുന്നുണ്ട്. ആ ചെക്കൻ്റെ അയാളെ പേര് ചോദിക്കുമ്പോൾ നീ വിളിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കും. ഇല്ല ഞാൻ വിളിക്കാറില്ല, എന്താ ആതിരനെ വിളിക്കാന്നുണ്ടെങ്കിൽ അളിയനെ വിളിച്ചാൽ നിനക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കും. വേണ്ട എനിക്ക് വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. എന്നാൽ പിന്നെ ഞാൻ വിളിച്ചുതരാമെന്ന് പറയും. അങ്ങനെ വിവേക് എന്ന് ചെക്കൻ്റെ പേര്, വിവേകിനെ വിളിക്കും. വിവേകിനെ ഫോൺ ചെയ്യുമ്പോഴത്തേനും മിത്ര അത് മേടിച്ച് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകും. ഈ പെണ്ണിന് എന്താ കുഴപ്പം, ഈ പെണ്ണിന് ഇങ്ങനെ ഒന്നല്ലല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവളെല്ലാവരും കൂടെ കുറ്റം പറയേണ്ട, അവൾ കല്യാണത്തിന് പേടിച്ചിരിക്കുന്നത് അതുകൊണ്ടുണ്ടെന്ന് മുത്തശ്ശി പറയും. എല്ലാം ശരിയാവും, എല്ലാം നല്ല രീതിയിൽ നടക്കും എന്നൊക്കെ പറഞ്ഞ് അവർ പോകുമ്പോൾ ഇങ്ങനെ മറ്റവരിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഡൈനിങ് ടേബിളിന് ദേവമംഗലത്ത് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. കറികളും എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ച് നമ്മുടെ മീനാക്ഷി ബാലൻ്റെ അടുത്ത് തന്നെ ചെന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ബാലന് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും കൂടി നാല് വിളമ്പും. വിളമ്പാനും ആൾക്കാർ ടേബിളുമ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടില്ല, എല്ലാവരും കൊണ്ട് വിളമ്പി കഴിച്ചോളാൻ പറയും. അച്ഛാ ഞാൻ വിളമ്പി തരാമെന്ന് പറയും. വേണ്ട എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ടെന്ന് പറയും. അച്ഛാ വിളമ്പി തരാൻ മടിയൊന്നും ഉണ്ടായിട്ടില്ല, ഈ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്ന ആൾ എന്നെ വിളമ്പണമെന്നൊന്നുമില്ല, ഇതൊന്നും എടുത്ത് കഴിക്കാൻ അത്ര വലിയ ജോലിയൊന്നും ഇല്ല അച്ഛാന്നൊക്കെ പറയും. അങ്ങനെ ആകാശ് പറയും ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എനിക്ക് ആരും വിളമ്പി തരണം, അച്ഛാ വഴക്കുണ്ടാക്കല്ലേ,
ഇത് ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് നമ്മുടെ ആനന്ദ് ബാലൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കും. അങ്ങനെ ദോശ എടുക്കുമ്പോൾ പറയും ഇതെന്നിട്ട് ദോശ കല്ലോ കനം കൊണ്ടല്ല ഒരു രുചിയും ഇല്ല ഗുണവും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷി ഒന്നും മിണ്ടാണ്ട് നിൽക്കൂട്ടാ, ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കണ്. ആ സമയത്ത് ആര്യം പറയുന്നുണ്ട് ചേച്ചി ഏടത്തി സൂപ്പർ ഉണ്ട്, അതൊരു കുഴപ്പമില്ല, എൻ്റെ അഭിപ്രായത്തിൽ നല്ല, നീ ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് പറയും. കോംപ്ലിമെൻ്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പോകുമ്പോൾ അപ്പം പ്ലേറ്റ് ഒക്കെ എടുത്ത് വെക്കോളാൻ പറയും. ശരി ഞാൻ എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെച്ചോളാം എന്ന് ആര്യനും പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഗോമതിയുടെ അടുത്തേക്ക് ബാലൻ ഓടിച്ചു ചെന്നിട്ട് പറയുന്നത് ഗോമതി ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, ഈ പെണ്ണിൻ്റെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, കാലത്ത് തുടങ്ങിയാണ് എന്നെ ഇട്ട് ചൂടുപിടിപ്പിക്കുന്നത്, എന്ത് പറയണം ഏത് പറയണം എന്നൊന്നും അറിയില്ല, അവൾക്കൊരു ബോധമില്ലാത്ത പോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ബാലേട്ടനെ വലിയ ഇഷ്ടമാണ്. ബാലേട്ടനൊന്ന് മാറ്റിയെടുക്കാൻ നോക്കണൊക്കെ ആയിരിക്കുള്ളൂ അവളെന്നൊക്കെ പറഞ്ഞു അവളോടൊന്നും വഴക്കൊന്നും പറയണ്ടെന്ന് പറയും. ആ സമയത്ത് മീനാക്ഷി നമ്മുടെ ഗോമതിക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്നു. ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അമ്മേ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയും. ഗോമതിക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്കറിയാമെന്ന് ബാലൻ പറയും. എന്നാ അച്ഛൻ കൊടുത്തോ, അച്ഛൻ കൊടുക്കണമെങ്കിൽ അച്ഛൻ കൊടുത്തോ, ഞാൻ കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കാം, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ ഗോമതിക്ക് ഭക്ഷണം കൊടുക്കാൻ ബാലൻ അങ്ങോട്ട് മേടിക്കുന്നു കയ്യിൽ നിന്ന്. എന്നിട്ട് ഇങ്ങനെ ഒരു കഷ്ണം പൊട്ടിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മീനാക്ഷി അത് നോക്കി നിൽക്കുമ്പോൾ ബാലൻ്റെ ഒരു ചമ്മലും ഇതൊക്കെ ഉണ്ട്. ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞതല്ലേ എന്ന്. അപ്പം മീനാക്ഷി പോകാൻ വേണ്ടിയിട്ടെന്ന് പറയും അച്ഛൻ കൊടുത്തോ, അച്ഛൻ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണത് കാണാൻ നിന്നതുണ്ടെന്ന് ഞാൻ പറയും. ഗോമതിക്ക് ഇനി ഇതൊക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത് ശരിക്കും. അതിനുശേഷം മക്കൾ ഓരോരുത്തർ ധർമ്മം വരും ചേച്ചി ഞാൻ പോണ് കടയിലേക്ക് പോണ്, ഞാൻ ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ വേണ്ട നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ അളിയൊന്നും പോയിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ ഇല്ല കട നല്ലോണം നോക്കണം, ഞാൻ ഗോമതിക്ക് മാറിയിട്ട് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അന്ന് ഇവിടെ ഒരു കൊലപാതകമൊക്കെ നടക്കും എന്നും പറയുന്നുണ്ട്. മീനാക്ഷിയും ജോലിക്ക് പോകണില്ലല്ലോ, നീ ഓഫീസിൽ പൊക്കോ, ഓഫീസിൽ പോകണ ഒരു പൊക്കോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകണില്ല, അച്ഛൻ പൊക്കോ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എനിക്കറിയാം ഗോമതിനെ നോക്കാൻ പറയും. എന്നാൽ വേണ്ടാന്ന് പറഞ്ഞ് മീനാക്ഷി എന്തായാലും ഇന്ന് ലീവ് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് പോകണില്ല എന്ന് പറഞ്ഞു. പിന്നെ മക്കൾ ഓരോരുത്തരായി വന്നു കഴിഞ്ഞിട്ട് അമ്മനോട് യാത്ര പറഞ്ഞു പോകുന്നൊക്കെ ഉണ്ട്. ആനന്ദും ആകാശും എല്ലാവരും വന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും പോയപ്പോൾ ഗോമതിനോട് മീനാക്ഷി പറയുന്നത് അമ്മ ഒരു ഭാഗ്യം ചെയ്ത അമ്മേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞതെ എനിക്ക് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആൾക്കാരാണ് എൻ്റെ ചുറ്റും, അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ ഭാഗ്യം ചെയ്ത ആൾ തന്നെയാണെന്നൊക്കെ പറയും. പിന്നീട് മീനാക്ഷി അവിടെ തന്നെ നിൽക്കുമ്പോൾ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞതല്ലേ എന്നപ്പോൾ ഞാൻ പൊക്കോളാം അച്ഛൻ കൊടുത്തോ എന്ന് പറഞ്ഞ് മീനാക്ഷി അകത്തേക്ക് പോകുമ്പോൾ ഗോമതി ചോദിക്കുന്നത് എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതേ അവൾ നിൽക്കുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നു ഗോമതി എന്ന് പറയും. അപ്പോൾ ശരിക്കും ഗോമതിക്ക് ചിരി വരികയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് മിനിസ്റ്ററും ഒക്കെ വിളിക്കുന്ന കല്യാണത്തിന് നിർബന്ധമായിട്ട് വേണം, കല്യാണം ആർഭാടാക്കണം, അതുകൊണ്ട് തന്നെ മിനിസ്റ്റർ എന്തായാലും വരണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ മിനിസ്റ്റർ വരാൻ ബുക്ക് ചെയ്യാനൊക്കെ നോക്കണം. അപ്പോൾ അലോക് പറയുന്നുണ്ട് വലിയച്ച മിനിസ്റ്റർ വരുമോ എന്ന് വെച്ച് പറഞ്ഞാൽ വരും, ഉറപ്പായിട്ടും വരും, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നീട് അവരുടെ ഒരു മാനേജർ വന്നിട്ട് പറയും കോറിയിൽ ജോലിക്കൊരു പ്രശ്നമുണ്ട്, PWDയിലാണ് ഒരു ലേഡിന് ജോലിക്ക് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ അവിടെ നിൽക്കുന്ന ജോലി ചെയ്യുന്നത് അവർ ഒപ്പിടാണ്ട് നമുക്കൊന്നും നടക്കില്ല, ബില്ലൊന്നും പാസ്സാക്കാൻ പറ്റില്ല, അവരെന്ന് എന്തിനു ചെയ്താലും അവർ വളയുന്നില്ല, ആരാണ് ആ ലേഡിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നത് അറിയില്ല, പുതിയത് എന്തായാലും പോയി അന്വേഷിക്കുക, അത് ആരെന്ന് അറിഞ്ഞിട്ട് പൈസ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പൈസ കൊടുക്ക്, വളയാത്ത ആളുണ്ടെങ്കിൽ പിന്നെ നമുക്കറിയാം എന്താ വേണ്ടത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മീനാക്ഷി അമ്മനെ പിടിച്ചിങ്ങനെ ഗോമതിനെ പിടിച്ചിങ്ങനെ പിടിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് ബാലൻ വരും പറയും അച്ഛാ അമ്മയ്ക്ക് ചെറിയ ചൂടുവെള്ളം വേണമെന്ന് പറയും. ഞാനോ എന്താ ചെറിയ ചൂടുവെള്ളം പോയി എടുത്തുണ്ടായോ എന്നറിയും. അങ്ങനെ ബാലൻ ചൂടുവെള്ളം എടുക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഫോൺ വരും, മീനാക്ഷിയുടെ ഫോൺ. അച്ഛാന്ന് വിളിക്കുമ്പോൾ ബാലൻ ഗോമതിക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ച് ഓടി വരും. എന്തേന്ന് ചോദിക്കുമ്പോൾ ആ ഫോൺ എടുത്തെന്ന് വെച്ചാന്നറിയും. ദേഷ്യം വന്നിട്ട് ബാലൻ ആ ഫോൺ എടുത്ത് ഇന്നാന്ന് പറഞ്ഞ് കൈ കൊടുക്കും. ഇന്ന് ഞാൻ അമ്മനെ പിടിക്കും, ഞാനതൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ എന്നറിയാം. അങ്ങനെ ഗോമതിനെ പിടിച്ച് ബാലൻ നിൽക്കുന്ന സമയത്ത് മീനാക്ഷിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത് അന്വേഷണത്തിന് ചെന്നിട്ടുണ്ട്, ആരെന്ന് അറിയാൻ വേണ്ടിയിട്ടും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടി പറയും. ഞാൻ ഇന്ന് ലീവാണ്, എന്തായാലും ഞാൻ ഒപ്പിടേണ്ട കാര്യങ്ങളൊന്നും നടക്കില്ല, എനിക്കത് കുറച്ച് പഠിക്കാനുണ്ട്, അതാകെ തലതിരിഞ്ഞ കേസുണ്ടെന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട്. എന്തായാലും മീനാക്ഷിയുടെ ആ വർത്താനൊക്കെ കേട്ട് ഇങ്ങനെ ബാലനും ഗോമതി ഇങ്ങനെ അഭിമാനത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ബാലൻ അത് കാണിക്കുന്നില്ല. മീനാക്ഷിക്ക് എന്തായാലും കൃഷ്ണമംഗലത്താർക്ക് കൊടുക്കാൻ കിട്ടിയ എട്ടിൻ്റെ പണീന് അത് മീനാക്ഷി കറക്റ്റായിട്ട് തന്നെ ചെയ്യും. അങ്ങനെ മീനാക്ഷി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.